അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു. എൻ്റെ പാദങ്ങൾ വഴുതിയില്ല. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്കുത്തരമരുളും. സങ്കീർത്തനങ്ങൾ. ഈ പരിസ്ഥിതിയുടെ ഹരിതാഭ നിലനിർത്തുകയും ലോകത്തിന് ഉപയുക്തമാകുന്ന രീതിയിൽ ജീവജാലങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന കർഷകനാണ് തൻ്റെ തൊഴിലുകൊണ്ട് തന്നെ ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഉദാത്ത ഭാവമാണ് കർഷകൻ തൻ്റെ കർമ്മത്തിലൂടെ വെളിവാക്കുന്നത്. ഒരുവന്റെ ഉപജീവനം എന്ന തലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല കർഷകൻ നിർവഹിക്കുന്ന പരിപാലന കർമ്മം. അതിനുമപ്പുറം ദൈവം നിശ്ചയിച്ച മനോഹാരിതയിലും താളാത്മകതയിലും ആയിരിക്കുന്നതിന് ഏതവസ്ഥയിലും പ്രകൃതിയെ സജ്ജമാക്കുക കൂടിയാണ് അവൻ ചെയ്യുന്നത്. ഇത്തരത്തിൽ ചിന്തിച്ചാൽ ജൈവ വൈവിധ്യത്തെ ആവോളം പ്രോത്സാഹിപ്പിക്കുന്ന കാർഷിക നഴ്സറികൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ട്. വയനാട് ജില്ലയിലെ തറപ്പേൽ നഴ്സറിയുടെ പിന്നിലെ ദൈവപരിപാലനയുടെ അനുഭവങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങളിൽ നാം കടന്നുപോകുന്നത്. ഇതിന്റെ ഉടമസ്ഥനായ ജോണിന്റെ ജീവിതത്തിൽ ജ്വലിച്ച വിശ്വാസത്തിന്റെ വെളിച്ചം അദ്ദേഹത്തെ നയിച്ച വഴികൾ അത്ഭുതകരമായിരുന്നു. തന്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ അവസരങ്ങളിലും ദൈവഹിതം അറിഞ്ഞു മുന്നേറുവാനും ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുവാനും അദ്ദേഹം സന്നദ്ധനായപ്പോൾ ഈ ലോകത്തിനു മുന്നിൽ സജീവ സാക്ഷ്യമായി ആ ജീവിതത്തെ ദൈവമുയർത്തി. അതോടൊപ്പം കാലാവസ്ഥയുടെയും ആഗോള വാണിജ്യ നയങ്ങളുടെയുമെല്ലാം വ്യതിയാനങ്ങളെ തുടർന്നുണ്ടായ കാർഷിക സാമ്പത്തിക തകർച്ചകൾക്കും താളം തെറ്റലുകൾക്കും മുന്നിൽ ഈ നാട്ടിലെ കർഷക കുടുംബങ്ങൾക്ക് മുഴുവൻ ശക്തമായൊരു സന്ദേശവുമായി മാറുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതം. വിശ്വാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും അത് പകർന്നു നൽകുന്ന ബോധ്യങ്ങളിലേക്കും കടന്നു വന്നുകൊണ്ട് ദൈവത്തോടൊപ്പമായിരിക്കുന്നതിനുള്ള ഉജ്ജ്വലമായ സന്ദേശമാണത്. എൻ്റെ ഒരു കണക്കൂട്ടിൽ ഞാനിതിൻ്റെ ദൈവം എന്നെ ഒരു ഉപകരണമാക്കിയിട്ട് മറ്റുള്ള വെച്ചാൽ ഈ ചെടികൾ ജനങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അപ്പോൾ കാർഷിക സാധനങ്ങൾ ജനങ്ങൾക്ക് കാപ്പി, കവുങ്ങ്, അങ്ങനെ അടയ്ക്ക എല്ലാ കൃഷി സാധനങ്ങളും നമ്മളുണ്ടാക്കണം. അതിന് ദൈവം ലോകത്ത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരു ഉപകരണമാക്കി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ തിരഞ്ഞെടുപ്പിലും ജോണേട്ടൻ ഏറ്റവും നല്ലത് എന്നുള്ള. അതായത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന സാധനങ്ങൾ മാത്രം കൊടുക്കാനായിട്ട് ഒരു 99% അങ്ങനെ തന്നെയാണ് ചെയ്യണം എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഒരു സാധനം കൊണ്ടുവന്ന് ഇവിടെ നഴ്സറിയിൽ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് ഞാനത് വിൽക്കില്ല. സാധനം മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് ഉപയോഗിക്കാൻ മാറ്റി നശിപ്പിച്ചാൽ. അതുകൊണ്ട് അതിൻ്റെ ഇരട്ടിയായ ദൈവം വേറെ ഏതെങ്കിലും ഒരു മേഖലയിലൂടെ തരും. ആ ബോധ്യമുണ്ട്, അനുഭവങ്ങളും ഉണ്ട്. ഉണ്ട്. പുതിയൊരു മുസമ്പിൻ്റെ ഒരു ചെടി ആന്ധ്രയെന്ന് പറഞ്ഞത് വെള്ള കളറൊക്കെ ആയിട്ട്
നല്ല ഇതായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ വളരെ ഹൈറ്റ് കുറഞ്ഞിട്ട് ഒരു 3 അടിയിലൊക്കെ ഫുള്ള് കായ്ക്കുന്ന ഒരു മുസമ്പി ഉണ്ടെന്ന്. പക്ഷേ അത് വയനാടൻ കാലാവസ്ഥയ്ക്ക് ആന്ധ്രാപ്രദേശങ്ങളിലൊക്കെ ചൂട് കൂടുതലായതുകൊണ്ട് അതിന് മധുരം ഉണ്ടാകും. പക്ഷേ ഇവിടെ വയനാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിന് തീരെ മധുരമില്ല. ഞങ്ങളിവിടെ മദർ പ്ലാന്റ് കൊണ്ടുവന്ന് ഞാൻ 1000 ചെടി ഇറക്കി മദർ പ്ലാന്റ് കൊണ്ടുവന്ന് നട്ട് കായ്ച്ച് ഞങ്ങൾ ഇവിടെ ഞാനും എൻ്റെ ജോലിക്കാരും എല്ലാവരും പറിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ഒരു രുചിയുമില്ല. വെള്ളത്തിൻ്റെ ഒരു ചുവ, ശരിക്കും പച്ചവെള്ളം കഴിക്കുന്ന ഒരു ടേസ്റ്റേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ സാധനം വിൽക്കേണ്ടെന്ന് തിരിച്ചു. 1000 ചെടിയാണ് കൊണ്ടുവന്നത്, നല്ല വിലയുള്ളതായിരുന്നു. ആ 1000 ചെടി ഞങ്ങൾ വിൽക്കാതെ ഞങ്ങൾ പറിച്ച് ഒഴിവാക്കി കളയും. ക്വാളിറ്റി ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ ഒരു വീട്ടുകാർക്ക് അത് കൊണ്ടുപോയി നല്ല ഉപകാരപ്പെടില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ഒഴിവാക്കി കളയും. ശരിക്കും നമുക്ക് മറ്റുള്ള എടുക്കാൻ വരുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും. ഇവിടെ വരുമ്പോൾ ഇവിടെ നേരത്തെ വന്നിട്ടില്ലാത്ത പുതിയ ഒരാളാണെങ്കിൽ അവർ വരുന്നത് എവിടെ നിന്നാണ് ആദ്യം അന്വേഷിക്കുക. ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്ന ഒരാളാണ് പൂച്ചെടി മേടിക്കാനാണ് വരുന്നതെങ്കിൽ അവരോട് പറയും അവർ കോഴിക്കോട് കാലാവസ്ഥയ്ക്ക് പറ്റിയ ചെടികൾ. അപ്പം വയനാടൻ കാലാവസ്ഥയ്ക്കും കോഴിക്കോട് കാലാവസ്ഥയ്ക്കും പറ്റിയ ചെടികൾ വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ. ചില ചെടികൾ എല്ലാ കാലാവസ്ഥയ്ക്കും പറ്റും. ചില ചെടികൾ ഇപ്പം ബ്രൈഡൽ ബൊക്ക എന്ന് പറഞ്ഞ ചെടി വയനാട്ടിൽ പോകില്ല, അതേസമയം താഴെ നാട്ടിൽ കോഴിക്കോട്ടെ അങ്ങനെയുള്ള ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകും. അത് ആ ചെടി ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നുണ്ട് മണ്ണുത്തിയിലേക്കൊക്കെ കൊടുക്കാനായിട്ട്. ഈ ബ്രൈഡൽ ബൊക്ക എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്ന ആളാണെങ്കിൽ അവർ ക്രീപ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രൈഡൽ ബൊക്കയൊക്കെ കൊടുക്കും. അങ്ങനെ ഓരോ കാലാവസ്ഥ ഇപ്പം വയനാട്ടിലേക്ക് വരുന്ന ആൾക്കാണെങ്കിൽ ഈ ബ്രൈഡൽ ബൊക്ക കൊടുക്കില്ല, അവർക്ക് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പൂക്കാൻ പറ്റിയ ചെടികൾ കൊടുക്കും. അത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഇപ്പം താഴെ നാട്ടിലേക്ക് ലിച്ചി ആണെങ്കിൽ വയനാട് ഹൈ റേഞ്ച് പോലുള്ള പ്രദേശങ്ങളിൽ മാത്രമേ കായ്ക്കുള്ളൂ. അപ്പോൾ വരുന്ന ആൾ എവിടെ നിന്നാണെന്ന് ഞങ്ങളൊന്ന് അന്വേഷിക്കും. ഞങ്ങൾ വരുന്നത് കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നോ അങ്ങനെയുള്ളവർക്ക് നിന്നാണ് അങ്ങോട്ട് നമ്മൾ ലിച്ചി കൊടുത്തു വിട്ടിട്ട് കാര്യമില്ല, അതവിടെ കായ്ക്കില്ല. അപ്പോൾ അവർക്ക് റംബുട്ടാൻ, മാങ്കോസ്റ്റിൻ, അഥവാ സപ്പോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ അത് അവരോട് പറഞ്ഞു കൊടുക്കും. അവർ ചില ആൾ എന്നാൽ പറയും ആപ്പിൾ, ഇപ്പം തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരാളാണെങ്കിൽ പറയും ആപ്പിൾ കൊണ്ടുപോകാം, ലിച്ചിതാ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കും. അപ്പോൾ ഞങ്ങളത് പറയും ചേട്ടാ അതിങ്ങനെ കൊണ്ടുപോയാൽ ആ ഇന്ന കാലാവസ്ഥയിലേക്ക് കായ്ക്കുള്ളൂ. അപ്പോൾ ചില പാർട്ടി പറയും അത് ഞാൻ കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആ ചെടി ഒന്ന് കാണാൻ, അപ്പോൾ ഞാൻ ഒരെണ്ണം വെച്ച് പിടിപ്പിക്കണം, കായ്ക്കാൻ വേണ്ടിയല്ല എന്ന് പറയുമ്പോൾ ഞങ്ങളത് കൊടുത്തു വിടും. അപ്പോൾ ഓരോ കാലാവസ്ഥയിലും കണക്കാക്കിയിട്ട് വരുന്ന ആളോട് ഇപ്പോൾ ആദ്യം സ്ഥലങ്ങളൊക്കെ ചോദിച്ച് അവർക്ക് ഉപകാരപ്പെടുമെന്നുള്ള രീതിയിലാണ് നമ്മൾ ചെടികൾ കൊടുത്തു വിടുന്നത്. അല്ലെ ഫ്ലവർ ഷോയ്ക്ക് ആണെങ്കിലും നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇപ്പം തൃശ്ശൂർ ഫ്ലവർ ഷോയ്ക്ക് ഞങ്ങൾ ഈ വർഷം തൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കാലാവസ്ഥയ്ക്ക് നിൽക്കുന്ന 8 ദിവസം 10 ദിവസമൊക്കെ പൂവായിട്ട് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന സീസൺ ചെടികൾ എന്ന് പറഞ്ഞാൽ ഒരു 10, 15, 20 ദിവസത്തിനകത്ത് ഉണങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെ ആ 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഒരു ഫ്ലവർ ഷോയ്ക്ക് ഉണ്ടായിരുന്നാൽ നിൽക്കത്തക്ക രീതിയിലുള്ള ചെടികളെ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ. അതേസമയം വയനാടൻ കാലാവസ്ഥയ്ക്കാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ചെടികളും തന്നെ വയനാടൻ കാലാവസ്ഥയ്ക്ക് ഫ്ലവർ ഷോയ്ക്കും അങ്ങനെയുള്ള ഇതിനൊക്കെ വരും. ഈ വർഷത്തെ ഫ്ലവർ ഷോയ്ക്ക് വയനാട്ടിലെ ഫ്ലവർ ഷോയ്ക്ക് ഫ്ലവർ കൊടുത്ത് ഇവിടുന്നാണ്. അതുപോലെ ഇരിട്ടിയിലേക്ക് കൊടുത്തിട്ടുണ്ട്, പയ്യന്നൂർക്കുണ്ട്, നീലേശ്വരം, ഇപ്പം നാളെ എറണാകുളം ഫ്ലവർ ഷോയ്ക്ക്, കൊച്ചിൻ ഫ്ലവർ ഷോയ്ക്ക് തൈ കയറ്റുന്നുണ്ട്. അങ്ങനെ ഒരുമാതിരി എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ അതാത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ തന്നെ റെഡിയാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ വരുന്ന ഒത്തിരി ആൾക്കാരും നമ്മളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് ഇപ്പോൾ വരുന്നത്. വർഷങ്ങളായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് കുഴപ്പമില്ലാത്തതുകൊണ്ട് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മൾ ചില സാധനങ്ങൾ പുറമേ നിന്ന് വരുത്തുന്നതുകൊണ്ട് ചില സാധനങ്ങൾക്കൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഇവിടെ വരുമ്പം പറയും ഇന്ന ചേട്ടാ ഇന്ന സാധനങ്ങൾ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അവരിലൂടെയാണ് ഞങ്ങൾ കൂടുതലും അറിയുന്നത്. പിന്നെ ചില സാധനങ്ങൾ മോശമാണ്, അല്ലെ വയനാട്ടിൽ കായ്ക്കില്ല എന്ന് കൂടുതൽ അറിയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോയി നട്ട് അതിൻ്റെ ഫലം എടുക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് നട്ടുപിടിപ്പിച്ച് നോക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഇവിടുത്തെ കായ്ക്കാനാകുമ്പോഴത്തേക്ക് അതിനേക്കാൾ നേരത്തെ പാർട്ടി കൊണ്ടുപോകുന്നവർക്ക് കായ്ച്ചെന്ന് വരും. അപ്പോൾ അവർ പറയും ഇന്ന സാധനം മോശമെന്ന് പറയുമ്പോൾ നമ്മളത് ഒഴിവാക്കും. ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും ഓരോ വെറൈറ്റി ഇവിടെ കൊണ്ടുവരുമ്പോഴും ജോണേട്ടൻ അത്രമാത്രം അതിനെ ശ്രദ്ധിക്കുകയും അതിനെ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പുതിയൊരു സാധനം വരുമ്പോൾ നമുക്കറിയണല്ലോ ഇത് ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവർക്ക് ഉപകാരപ്പെടുമോ എന്ന് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഒരു 50% ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മാത്രമേ കൊടുക്കുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങളത് ഒഴിവാക്കും. പിന്നെ ആ സാധനം വരുത്തില്ല. എനിക്കതുപോലെ ജോണേട്ടൻ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ള ഇതാണ്, പല നഴ്സറികളിലെയും വിലകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന പലപ്പോഴും വിലക്കുറവുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇവിടെ. അല്ലെങ്കിൽ പലരും അങ്ങനെ പറയാറുമുണ്ട് തറപ്പൽ നഴ്സറിയിൽ പോയാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ജോണേട്ടൻ വളരെ വില കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉള്ളത് എന്താണ്? അതിൻ്റെ കാരണം ഒരു ബിസിനസ് മൈൻഡാണോ, അതിനും അപ്പുറം ആത്മീയതയുടെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുണ്ടോ? ഇല്ല, അധിക ലാഭം വേണ്ട എന്നുള്ളത് ഞങ്ങളും ഇവിടുത്തെ ജോലിക്കാർക്ക് എല്ലാവർക്കും കൂടെയുള്ളൊരു ചെറിയൊരു ലാഭമാണ് ഞങ്ങൾ കൂടുതലും ഇടുന്നത്. പിന്നെ പെട്ടെന്ന് കേടുവന്ന് പോകാത്ത ചെടികളൊക്കെ ആണെങ്കിൽ ഓവർ വില ഇടുന്നില്ല. പെട്ടെന്ന് പോകുന്ന സൈസ് ചെടികളാകുമ്പോൾ നമ്മൾ കുറച്ച് കൂടെ കൂടുതൽ കേടുവരുന്ന ചെടികളൊക്കെ ആണെങ്കിൽ 100 ചെടി കൊണ്ടുവന്നാൽ 50 ചെടിയെ വിൽക്കാൻ പറ്റുള്ളൂ, നമ്മൾ കുറച്ച് വില കൂട്ടിയിടും. 100 ചെടി കൊണ്ടുവന്നാൽ 90 ചെടിയും വിൽക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ വരുത്തുന്നതെങ്കിൽ നമ്മളതിന് വണ്ടിക്കൂലിയും ഞങ്ങളുടെ ചെറിയൊരു ലാഭവും ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ഹോൾസെയിലായിട്ടാണ് ചെടികൾ കൊടുക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് വിൽക്കാൻ പാകത്തിനുള്ളൊരു വിലയെ
ഞങ്ങളിവിടെ ഇടാറുള്ളത്. അതിലൊരു ആത്മീയ കാഴ്ചപ്പാടുണ്ടോ? എന്താ വെച്ചാൽ നമുക്ക് അധിക ലാഭം മേടിച്ച് കൂടുതൽ സമ്പാദിക്കേണ്ട എന്നുള്ളൊരു ഒരു ന്യായമായ ലാഭം, ചെയ്യുന്ന പണിക്കുള്ള തൊഴിലിനുള്ള അർഹമായ ഒരു കൂലി മതി എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അത് കൂടുതൽ ജോണേട്ടന് ഗുണപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ലാഭം കുറയുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ലാഭം നമ്മൾ വില കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കച്ചവടം കൂടുതൽ കിട്ടുന്നുണ്ട്. ദൈവം അവിടെയും ജോണേട്ടനെ മറ്റൊരു രീതിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നുണ്ട്. ജോണേട്ടൻ്റെ ആത്മീയത ഓരോ ദിവസം ചെല്ലുന്തോറും ഈ ബോധ്യത്തിൽ നിന്ന് കുടുംബവും ജോണേട്ടനും ഒക്കെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വരികയാണോ, അതെയോ അതിനെന്തെങ്കിലും വ്യത്യാസക്കുറവോ കൂടുതൽ? ഇല്ല, ഓരോ ദിവസവും കർത്താവിൻ്റെ സ്നേഹം കൂടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അത് അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ട്. കേരളത്തിലെ വിഭിന്നങ്ങളായ കാലാവസ്ഥകൾക്ക് അനുയോജ്യമായ എല്ലാവിധ അലങ്കാര സസ്യങ്ങളും പഴവർഗ്ഗ ചെടികളും ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നു. കേരളമെമ്പാടുമുള്ള വ്യക്തികളും ചെറുകിട നഴ്സറികളുമാണ് ഇവിടുത്തെ പ്രധാന ഉപയോക്താക്കൾ. എങ്കിലും ഇന്ന് കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്ന പല ഫ്ലവർ ഷോകളുടെയും പിന്നിലെ തറപ്പേൽ നഴ്സറിയുടെ സാന്നിധ്യം പ്രധാനമാണ്. കൊച്ചിൻ ഫ്ലവർ ഷോ മുതൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പല ഫ്ലവർ ഷോകളിലും ഇവിടെ നിന്നും അലങ്കാര സസ്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇതിനെല്ലാം പുറമെ നല്ലൊരു കർഷകൻ കൂടിയാണ് തറപ്പേൽ ജോൺ. തനിക്കുള്ള കൃഷിസ്ഥലങ്ങളിൽ തൻ്റെ ആത്മീയ ബോധ്യങ്ങൾക്ക് അനുയോജ്യമായി തന്നെ അദ്ദേഹം വിജയകരമായി കൃഷി നടത്തുകയും ചെയ്യുന്നു. ഈ നഴ്സറി കൂടാതെ മറ്റ് കൃഷികൾ, ചായത്തോട്ടമുണ്ട്, കാപ്പിത്തോട്ടമുണ്ട്, മീനങ്ങാടിയിൽ തോട്ടമുണ്ട്, പിന്നെ റബ്ബറുണ്ട്, ഒരുമാതിരി എല്ലാ കാർഷിക വിളകളും ഉണ്ട്, അടയ്ക്കയും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത്രയും പല സ്ഥലങ്ങളിൽ തോട്ടവും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാനായിട്ട് ജോണേട്ടനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് കുടുംബം ഒന്നിച്ച് നിൽക്കുന്നതിൻ്റെ, പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉറപ്പാണെന്നുള്ള ആ ബോധ്യം ഉണ്ട്. അത് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് ഈ കാണുന്ന ഐശ്വര്യങ്ങൾ മുഴുവൻ കിട്ടിയത്. എല്ലാ കാര്യങ്ങളും എല്ലാം ദൈവം തന്നതാണ്. ദൈവം തന്നാണ് 100%. എനിക്ക് മനുഷ്യനെ കൊണ്ടൊന്നും സാധ്യമല്ല, ദൈവത്തിനെല്ലാം സാധ്യമാണെന്നുള്ളൊരു ഉറച്ച ബോധ്യത്തിലാണ് എൻ്റെ ജീവിതം. ഏറ്റവും കൂടുതൽ മാരകമായ വിഷമടിക്കുന്ന ഒരു സാധനമാണ് തേയില. ഇന്ന് മനുഷ്യന് ഏറ്റവും ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുമെങ്കിൽ പോലും ഏറ്റവും ഭയപ്പാടോടുകൂടി ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ചായ. തേയിലത്തോട്ടത്തിലും ജോണേട്ടൻ മരുന്നടിക്കുന്നത് വളരെ ഒത്തിരി ഉപയോഗിക്കാറുണ്ടോ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ആ തോട്ടം പരിപാലിക്കുന്നത്? ഞാൻ എൻ്റെ തോട്ടത്തിൽ, ചായത്തോട്ടത്തിൽ 2 പ്രാവശ്യമാണ് ആകെ വളം ഉപയോഗിക്കുന്നത്. ഒരു ചാണാനും ഒരു രാസവളവും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇന്നേ വരെയും എൻ്റെ ചായത്തോട്ടത്തിൽ കീടനാശിനി എന്ന് പറഞ്ഞ സാധനം അടിച്ചിട്ടില്ല. ജോണേട്ടൻ്റെ ചപ്പ് എവിടെയാണ് കൊടുക്കുന്നത്? ഇവിടെ നിന്ന് തന്നെ ഫാക്ടറിക്കാർ വന്നിട്ട്. അത് ഓർഗാനിക്കായിട്ടാണോ എടുക്കുന്നത്? ഓർഗാനിക്കായിട്ടല്ല കൊടുക്കുക, വെച്ചാൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഓർഗാനിക്കായിട്ട് ഇവിടെ ചായച്ചപ്പ് എടുക്കുന്നില്ല. പക്ഷേ ഇന്നേ വരെ നമ്മൾ ചായക്ക് കീടനാശിനി, ഒരു ചീക്കിന് പോലും കീടനാശിനി അടിച്ചിട്ടില്ല. എനിക്കൊരു ചീക്കും വരാറുമില്ല. അങ്ങനെ കാര്യമായിട്ട് ചീക്ക് രോഗങ്ങൾ വന്നിട്ട് എനിക്ക് ചെടി നഷ്ടപ്പെടാൻ. ചീക്ക് രോഗം വരുന്നതുകൊണ്ടാണ് ജനങ്ങൾ കൂടുതൽ ഇതടിക്കുന്നത്. പിന്നെ വില കൂടുന്ന സമയത്ത് ചപ്പ് കൂടുതലുണ്ടാകാനായിട്ട് ഒരു വളവും കീടനാശിനികളൊക്കെ ഉപയോഗിക്കാറുണ്ട്, സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടിയും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ആവറേജ് എല്ലാ 12 മാസവും ഒരേ രീതിയിൽ തന്നെയാണ്, ആവറേജ് ഒരേ രീതിയിൽ നമുക്ക് വിളവ് കിട്ടാറുണ്ട്. മറ്റു തോട്ടങ്ങളിലുള്ള കൃഷി എന്തൊക്കെയാണെന്ന് കൂടെ ഒന്ന് പറയാം. കാപ്പിയുണ്ട്. കാപ്പിക്കും ഈ 2 വളങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു കീടനാശിനിയും കാപ്പിക്ക് ഉപയോഗിക്കാറില്ല. പിന്നെ റബ്ബറിനൊന്നും പിന്നെ ഇല പോകുന്ന ആ ഇതൊന്നും വലിയ കാര്യമായിട്ട് ബാധിക്കാറില്ല. ഒരു തോട്ടത്തിലേക്ക് ഞങ്ങൾ കീടനാശിനി ഉപയോഗിക്കുന്ന പരിപാടി ഇല്ല. ഒരു ഇല്ല, അങ്ങനത്തെ ഇല്ല. ഈ തോട്ടവിളകൾ മാത്രമേ. പുതിയ ഒരു കൃഷിക്കാരൻ വരികയാണെങ്കിൽ മുന്നോട്ട് കൃഷി വിജയിപ്പിക്കാൻ പറ്റിയാൽ, ഇന്ന് എല്ലാവരും അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്, കൃഷി വിജയമല്ല, കൃഷി പരാജയമാണ്. ഒരിക്കലും കൃഷി രാസവളവും കീടനാശിനിയും ഇല്ലാതെ വിജയിപ്പിക്കാൻ പറ്റിയല്ല എന്ന് കരുതുന്നവരും അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരുമായ ആൾക്കാരാണ് 90% ആൾക്കാർ. പ്രത്യേകിച്ച് പുതിയ തലമുറ അവരെപ്പോഴും രാസവളത്തിൻ്റെയും അല്ലെങ്കിൽ ഏറ്റവും പുതിയ വെറൈറ്റി ആയിട്ടുള്ള കീടനാശിനികളിലും ഒക്കെ പുറകിലേക്ക് അന്വേഷിച്ച് പോകുന്നവരാണ്. അവരോട് ജോണേട്ടന് എന്താ പറയാനുള്ളത്? കീടനാശിനി കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ലാഭവും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്.
അതുപോലെ വളം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, രാസവളം ഉപയോഗിക്കുന്നത് ചെടിക്ക് ആവശ്യമായല്ല. ഞങ്ങളൊക്കെ ഇവിടെ ചെടിക്ക് ചിലപ്പോൾ രാസവളം ഉപയോഗിക്കാറുണ്ട്. ഒരു ചെടിക്ക് 2 or 3 തരിയുടെ ആവശ്യമുള്ളൂ. പക്ഷേ സാധാരണ കൃഷിക്കാരൻ ഉപയോഗിക്കുന്ന ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു പിടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഒരു ചെടിക്ക് ആവശ്യമുള്ള 1 or 2 മണിയാണ്. ആ ഒരു 1-2 തരികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടികൾ വളരും. അതിലൂടെ ഒരു കൃഷിക്കാരന് ഒത്തിരിയേറെ ലാഭങ്ങളുണ്ടാകുന്നു. വളം അനാവശ്യമായിട്ട് കളയുന്നില്ല, ചെടികളുടെ വേരുകൾ നശിച്ചു പോകുന്നില്ല. അതിന് കൃഷിനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് വളക്കടയിൽ നിന്ന് കിട്ടുന്ന അറിവനുസരിച്ച് ഒത്തിരിയേറെ വളം ഉപയോഗിച്ചിട്ടാണ് നാശമായി പോകുന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉപയോഗിക്കുന്നത് ചാണാനാണ്. നല്ല ചാണാൻ വീട് വഴിയിൽ നിന്ന് മേടിച്ചിട്ട് ഇവിടെ ചെടികൾക്ക് കവർ നിറയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ചാണാൻ ഉപയോഗിക്കുന്നു. എൻ്റെ എല്ലാ തോട്ടങ്ങളിലേക്കും ചാണാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചാണകത്തിൻ്റെ കൂടെ ഒരു മേൽവെള്ളമായിട്ട് ഒറ്റ പ്രാവശ്യം തോട്ടങ്ങളിൽ രാസവളം ഉപയോഗിക്കുന്നുണ്ട്. തൻ്റെ ഓരോ തീരുമാനങ്ങളും ദൈവഹിതമറിഞ്ഞ് അതനുസരിച്ച് മാത്രം കൈക്കൊള്ളണമെന്ന കാര്യത്തിൽ ജോണിന് നിർബന്ധ ബുദ്ധിയാണ് ഉള്ളത്. മാനുഷികമായി ചിന്തിച്ചാൽ ഉത്തരമില്ലാത്ത പല സന്ദർഭങ്ങളിലും ഒരു മറുചോദ്യം കൂടാതെ ദൈവം പറയുന്നത് അനുസരിക്കുമ്പോൾ യാതൊരുവിധ നഷ്ടമോ കുറവുകളോ ഉണ്ടാവുകയില്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ തെളിയിക്കുന്നു. ഏതൊരു നഴ്സറിയുടെയും മുഖ്യ ആകർഷകമായ റോസ് ഈ സ്ഥാപനത്തിൽ നിന്നും ഒഴിവാക്കിയത് ഇതിന് ഒരു ഉദാഹരണമാണ്. ഒരു ധ്യാനം കൂടിയപ്പോൾ പറഞ്ഞു, റോസ് ഇപ്പോൾ ഉടനെ ചെയ്യണ്ട, റോസിൻ്റെ കച്ചവടം നിർത്താൻ പറഞ്ഞു. ഞാൻ ആ കച്ചവടം നിർത്തി. അപ്പോൾ ആദ്യകാലങ്ങളിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. റോസാണ് ഏറ്റവും കൂടുതൽ നഴ്സറിക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്നത് റോസാണ്. ഒരു ചെടി മേടിക്കാൻ ഒരാൾ കയറി വന്നാൽ ആദ്യം ചോദിക്കുന്നത് റോസാണ്. റോസ് ഇല്ലെന്ന് പറയുമ്പം ചിലർ വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നവർ തന്നെ. പക്ഷേ ഇന്നുവരെ എനിക്ക് കച്ചവടത്തിൽ യാതൊരു ബുദ്ധിമുട്ടും അല്ല. നമ്മളിവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മിച്ചം വരുമോ, ഉപയോഗശൂന്യമായി തീരുമോ ഒന്നും ചെയ്തിട്ടില്ല. റോസ് ഒഴിവാക്കാൻ പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയിട്ട് അതുകൊണ്ട് എനിക്കൊരു മരുന്നുകൾ പഠിക്കേണ്ട യാതൊരു ഇതും വന്നിട്ടില്ല. ആത്മീയതയിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ബിസിനസ്സിൻ്റെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഏറ്റവും നല്ല രീതിയിൽ വെച്ചാൽ ഇപ്പം അന്ന് ആ കാലങ്ങളിലുണ്ടായിരുന്ന ആദ്യകാലങ്ങളിലുണ്ടായിരുന്നതിൻ്റെ 100 ഇരട്ടി ബിസിനസ് ഇപ്പം നമുക്ക് നടക്കുന്നു. ജോണേട്ടൻ്റെ കുടുംബം ഒന്ന് പറയാമോ? മക്കളെ? എനിക്ക് ഭാര്യയും 3 പെൺപിള്ളേരുമാണ്. മൂത്ത കുട്ടി BSc കമ്പ്യൂട്ടർ സയൻസിന് കോയമ്പത്തൂർ പഠിക്കുന്നു. രണ്ടാമത്തെ മോള് +2 കയ്യൂന്നി സ്കൂളിൽ പഠിക്കുന്നു. ചെറിയ മോള് 5ാം ക്ലാസ്സിൽ കയ്യൂന്നി പഠിക്കുന്നു. ഇവരും ഈ കൃഷിയിൽ ജോണേട്ടനെ സഹായിക്കാൻ തയ്യാറുള്ള കൂട്ടത്തിലാണ്? ഭാര്യ ഫുൾ ടൈം തന്നെ വരുന്നുണ്ട്. പിള്ളേരൊക്കെ അവർക്ക് ഒഴിവുള്ളതനുസരിച്ച് നഴ്സറി വന്ന് ഞങ്ങളെ സഹായിക്കും. പിന്നെ ചെടികളൊക്കെ മുറിച്ച് കുത്താൻ അവരൊക്കെ സഹായിക്കും. ജോണേട്ടൻ്റെ ഈ കൃഷിയിൽ നിന്ന് പഠിച്ച ഒരു വലിയ പാഠം എനിക്ക് തോന്നുന്നത് ആത്മീയതയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സഹനങ്ങളെ കടന്ന് എത്ര സഹനങ്ങൾ തന്നാലും അല്ലെങ്കിൽ ജോണേട്ടൻ്റെ തകർച്ചയിൽ നിന്നാണ് കയറി വന്നത്. അതെ അതെ. അപ്പോൾ ആ ഒരു അവസ്ഥ, തകർച്ചയിൽ നിന്ന് ദൈവത്തെ ആശ്രയിച്ചാലായിട്ട് മുന്നോട്ട് കയറി പോകാനായിട്ട് സാധിക്കുമെന്ന ഉറച്ച ബോധ്യം, അതെങ്ങനെ കിട്ടിയ ആ അവസ്ഥ ഒന്ന് വിവരിച്ച് പറയാമോ? ദൈവത്തിന് ഒരു മനുഷ്യനെ ഉയർത്താനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഇഷ്ടംപോലെ സാമ്പത്തികമാണെങ്കിലും ദൈവത്തിൻ്റെ കയ്യിൽ ധാരാളമാണുള്ളത്. അപ്പം ദൈവത്തോട് ചേർന്ന് ദൈവത്തിനോട് ആലോചന ചോദിച്ച് ചെയ്യുമ്പോൾ വാരിക്കോരി കൊടുക്കാൻ ദൈവത്തിന് യാതൊരു മടിയില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എൻ്റെ അനുഭവം അതാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ വളരെയേറെ തകർന്ന് 1.5 ഏക്കർ റബ്ബർ തോട്ടമൊക്കെ വിറ്റ് വളരെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഏറ്റവും താഴെ നിലയിൽ നിന്ന് എന്നെ ദൈവം ഉയർത്തി എല്ലാവരെയും ഉയരത്തിലാക്കി. അത് ഈ ആത്മീയതയുടെ നിറവിൽ നിന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഉറച്ച ബോധ്യം. മറ്റൊന്ന് എനിക്ക് ചോദിക്കാനുള്ളതാണ്, ജോണേട്ടൻ്റെ മക്കൾ പഴയ തലമുറ ഒരു കാലഘട്ടത്തിൽ മലബാറിലേക്ക് കയറിയപ്പോൾ ഈ കുടിയേറ്റ കാലഘട്ടങ്ങളിൽ അവരനുഭവിച്ച ഒത്തിരി ദുരിതങ്ങളും വിഷമതകളുമുണ്ട്. അവരതിനെയൊക്കെ അതിജീവിക്കാൻ പ്രാർത്ഥനയും ശക്തിയുമുള്ളവരായിരുന്നു നമ്മുടെ മാതാപിതാക്കൾ. അവർ നമുക്ക് തരാതെ പോയതും അതുതന്നെയായിരുന്നു. നമുക്ക് ജീവിക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ അവരുണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷേ കഷ്ടതകളെയും ദുരിതങ്ങളെയും അതിജീവിക്കാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് സഹിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കാൽവയ്പ് എടുക്കാനുള്ള ചങ്കുറപ്പ് മാത്രം അവർ നമുക്ക് നൽകിയിട്ടില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അനുഭവം ജോണേട്ടനുണ്ടോ? ആ അനുഭവം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ജോണേട്ടനെ കാണാനായിട്ട് സാധിച്ചു? മറ്റൊന്ന്, ജോണേട്ടൻ്റെ മക്കൾക്ക് ഒരു ദുരന്തമുണ്ടായാൽ, ഒരു ദുരിതമുണ്ടായാൽ, ഒരു സഹനമുണ്ടായാൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ദൈവത്തോട് ചേർന്ന് നിന്നിട്ടാണ് അതിനെ കടന്നു പോകേണ്ടത്. അങ്ങനെ ഒരു ബോധ്യം കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ആ സാഹചര്യം ഒന്ന് വിശദീകരിക്കാം. എൻ്റെ മാതാപിതാക്കൾ ഇത് ആത്മീയമായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ളവരായിരുന്നു. അവരെല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ ആ ഒരു പശ്ചാത്തലം എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ എൻ്റെ മക്കൾക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ ഇത്രയും വളർന്നത് ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് തന്നെയാണെന്നുള്ള നല്ല ബോധ്യമുണ്ട്. പിള്ളേർക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതുപോലെ വലിയ വലിയ എക്സാമുകളും കാര്യങ്ങളൊക്കെ ഇതിന് പോകുമ്പോൾ പിള്ളേർ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഞങ്ങൾ രണ്ടാളും കൂടെ നിന്ന് അവർക്ക് പിള്ളേരുടെ തല വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് പരീക്ഷ എളുപ്പമായിട്ട് തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമായി. അവർ എഴുതിയിട്ട് വന്നിട്ട് പറയും അപ്പോൾ നല്ല എളുപ്പമായിരുന്നു, ക്ലാസ്സിൽ ഫസ്റ്റ് എനിക്ക് തന്നെയായിരിക്കും എന്ന് പറയാറുണ്ട്. പ്രാർത്ഥിച്ച് പോകണ എല്ലാ ദിവസങ്ങളിലും നല്ല ഇതാണ്. മോൾക്ക് ഇപ്പം കോയമ്പത്തൂർ പഠിക്കണം, മോൾ ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്കുകാരിയാണ്. അവൾ ഇപ്പോൾ നല്ല രീതിയിൽ നന്നായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും പള്ളിയിലെ പാട്ട് പാടാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നല്ല ആത്മീയമായിട്ട് തന്നെയാണ് വളരുന്നത്. തറപ്പേൽ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും അവരുടെ ആത്മീയ ബോധ്യങ്ങളെക്കുറിച്ചും അവരുടെ വികാരിയച്ഛന് പറയുവാൻ ഏറെയുണ്ട്. ഏതൊരു ക്രൈസ്തവനും മാതൃകയാക്കാവുന്ന ശക്തമായൊരു വിശ്വാസ ജീവിതമാണ് അച്ഛൻ ചൂണ്ടിക്കാണിക്കുന്നത്. സഭയോടും ഇടവകയോടുമൊക്കെ വളരെയേറെ വിശ്വസ്തതയും സ്നേഹവും അവർ നല്ല കൂറും പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന നല്ലൊരു കുടുംബമാണ് ജോണ്ടി എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളതായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളടങ്ങുന്ന നല്ല സന്തുഷ്ടമായ ഒരു നല്ല കുടുംബം. ആ കുടുംബം ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു നല്ല കുടുംബമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതമാണ് എനിക്ക് തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് വലിയൊരു പ്രചോദനം ചെലുത്തിയിട്ടുണ്ട്. ഓരോ ദിവസം പോലും അദ്ദേഹം കുർബാന മുടക്കാറില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇടവക ദേവാലയത്തിൽ രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്ന ആരാധനയിൽ ഏറ്റവും ആദ്യം ദേവാലയത്തിലെത്തുന്ന വ്യക്തി ഈ ജോണാണ്. ഒരു ദിവസം ആരാധന ഇല്ലെങ്കിൽ അദ്ദേഹത്തിനത് വിഷമമാണ്. എന്നോട് ചോദിക്കാറുണ്ട് ആരാധന നാളെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് അന്ന് ആരാധനയോട് കൂടി തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം കുർബാനയിൽ പങ്കെടുത്ത് സംതൃപ്തിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ കൃഷിസ്ഥലത്തേക്ക് എത്തുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെ തീക്ഷ്ണതയോടുകൂടി ഇവിടെ ജോലി ചെയ്യുകയും ഇവിടെ വന്നു പോകുന്ന വ്യക്തികളോടും അദ്ദേഹത്തിൽ ഇടപെടുന്ന വ്യക്തികളോടുമൊക്കെ അദ്ദേഹം ചെയ്യുന്ന ഈ ശുശ്രൂഷയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറയാനും പ്രത്യേകിച്ചൊരു വലിയ ദൈവിക അന്തരീക്ഷത്തിലാണ് ഈ പ്രദേശമല്ല അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നത്. ഇവിടെ വന്നു പോകുന്നവർക്കും അത്തരത്തിലത് അനുഭവപ്പെടുന്നതായിട്ട് പലപ്പോഴും പറയാറുണ്ട് എന്നോട്. ഈ നഴ്സറിയിൽ എപ്പോഴും തന്നെ ഭക്തിഗാനമാണ് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത്. ജോലിക്കാരെ ഒരുമിച്ച് നിർത്തി രാവിലെ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വൈകുന്നേരം വരെ മടുപ്പ് കൂടാതെ എല്ലാവരും നല്ല സംതൃപ്തിയോടെ ഞാൻ പലപ്പോഴും ഈ സ്ഥലത്ത് സന്ദർശിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കാണുന്നൊരു പ്രത്യേകത എല്ലാവരും നല്ല കൂട്ടായ്മയിൽ സ്നേഹത്തോടെ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ജോലി ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഈ വലിയ ഒരു വളർച്ചയുടെ പിന്നിലുള്ള ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആഴമായ ദൈവവിശ്വാസമാണ്. കാരണം അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് ജോണും കുടുംബവും. അദ്ദേഹം ആത്മീയമായിട്ടും നല്ല മികവ് പുലർത്തുന്ന ഒരു കുടുംബമാണ് ഇടവകയിലെ. എനിക്ക് ആ കുടുംബമായിട്ട് വ്യക്തിപരമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അവരുടെ പ്രാർത്ഥനയും അവരുടെ കൂട്ടായ്മയും പ്രത്യേകിച്ച് ഇടവകയിലുള്ള ആത്മീയ കാര്യങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും ആത്മീയമായി വളരാനും മറ്റുള്ളവരെ വളർത്താനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവുമൊക്കെ ഒരു ഇടവക വികാരിയച്ഛൻ എന്ന നിലയ്ക്ക് എനിക്കും അതൊരു വലിയ പ്രചോദനവും ഇടവകയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായവുമായി തീർന്നിട്ടുണ്ട്. ഇത്തരത്തിലെല്ലാം ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ശുശ്രൂഷ തീർച്ചയായും അതൊരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞ് അദ്ദേഹം ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. ഞാൻ വിചാരിക്കുന്നു ഈ പ്രകൃതിയും പ്രപഞ്ചവും ഒക്കെ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചൊരുക്കിയിരിക്കുന്നത് ഇതിലൂടെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെയൊക്കെ ശുശ്രൂഷയിലൂടെ മറ്റുള്ളവരെ ഈ മേഖലയിലേക്ക് എത്തിക്കുവാനും വേണ്ടിയുള്ളതാണ്. ആ ഒരു വലിയ ദൗത്യം ഇന്ന് പ്രത്യേകിച്ച് ചുള്ളിയുടെ ഇടവയ്ക്ക് വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി വളരെ നന്നായി അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ജീവിതത്തിൻ്റെ ഒരു വലിയ ശുശ്രൂഷയായിട്ട് തന്നെ അദ്ദേഹം അത് കാണാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. ഓരോ നിമിഷവും ദൈവപരിപാലനയുടെ മാധുര്യം രുചിക്കുന്ന ജോൺ അത്ഭുതകരമായി ദൈവം തന്നെ സംരക്ഷിച്ച ഏറെ അവസരങ്ങൾ സ്മരിക്കുന്നു. അതിലൊന്നായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തൻ്റെ നഴ്സറിക്ക് ആവശ്യമുള്ളതിലേറെ വെള്ളം ദൈവം അദ്ദേഹത്തിന് നൽകിയത്. ഇവിടുത്തെ ഈ ചെടികൾ നനയ്ക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഏറ്റവും കൂടുതൽ ചെടികൾക്ക് വേണ്ടത് വെള്ളമാണ്. അത് ആദ്യം കിണറിലായിരുന്നു. വഴിയുടെ താഴെ നിന്ന് അപ്പുറത്തു നിന്നാണ് നമ്മൾ വെള്ളം അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കുഴൽക്കിണർ കുത്തണമെന്നൊരു ആഗ്രഹം വന്ന്
അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അന്നത്തെ വിചാരിച്ചൻ 2 മെഴുകുതിരി കത്തിച്ചെന്ന് ഒന്നിവിടെ കുഴൽക്കിണർ കുത്തുന്നിടത്തും ഒരെണ്ണം കുരിശുപള്ളിയിലും കത്തിക്കാൻ പറഞ്ഞ് തന്നയച്ചു. അങ്ങനെ അതനുസരിച്ച് അത് കത്തിക്കുകയും പണി തുടങ്ങുകയും ചെയ്തു. പണി തുടങ്ങി എൻ്റെ തൊട്ടടുത്തുള്ള കുഴൽക്കിണർ 400 അടി ആണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഞാൻ പൈസയൊക്കെ റെഡിയാക്കി വെച്ച് പണി തുടങ്ങിയത്. ഇത് പണി തുടങ്ങി 35 അടി എത്തിയപ്പോഴത്തേക്ക് പാറ വന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. 35 അടിയിൽ പാറയായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കുഴിക്കുന്നതിന് വളരെ കുറഞ്ഞ ചിലവേ വരുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 70 അടി എത്തിയപ്പോഴത്തേക്ക് പിന്നെ കുത്താൻ പറ്റുന്നില്ല എന്നാണ് ഈ കുഴൽക്കിണർ അടിക്കുന്ന ആൾ പറയുന്നത്. കുഞ്ഞ് താത്താൻ പറ്റില്ല, ഇതാണ് ഈ 70 അടിയിൽ നിർത്തണം. ലാസ്റ്റ് അവർ ഒരു 5 അടിയും കൂടെ അടിച്ച് 75 അടിയിൽ നിർത്തി. അവർ പറഞ്ഞ് ഇത്രയേ ഇത് പറ്റുള്ളൂ, ഇതിന് അപ്പുറത്തേക്ക് ഇത് താത്താൻ പറ്റില്ല എന്ന്. അപ്പോൾ എനിക്ക് വളരെയേറെ വിഷമമുണ്ടായി. വെച്ചാൽ എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇതിൻ്റെ നഴ്സറിയുടെ തൊട്ടപ്പുറത്തുള്ള എൻ്റെ ചേട്ടൻ്റെ കിണർ 400 അടിയാണ്. അതിനകത്ത് വെള്ളം വളരെ കുറവാണ്, വീട്ടാവശ്യത്തിനുള്ള വെള്ളമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കണക്ക് കൂട്ടി, ദൈവമേ ഈ നഴ്സറി ഇത്രയും വലിയ നഴ്സറി നനയ്ക്കണമെങ്കിൽ ഈ 75 അടിയിലെ വെള്ളം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, വെച്ചാൽ ഇങ്ങനെ 75 അടിയിൽ കുഴൽക്കിണർ നിർത്തി ഇനി അടിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി, ഞാൻ കരഞ്ഞു. കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ച് എന്നോട് പറഞ്ഞ്, എടാ ദൈവമാണ് വെള്ളം തരുന്നത്, ദൈവം നിനക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിനകത്ത് തരും, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. പെട്ടെന്ന് കുഴൽക്കിണർ അടിച്ച് അവർ പോയി. ചെറിയ പൈസ 7500 രൂപയിൽ കുഴൽക്കിണർ തീർന്നു പോയി. ഞാൻ ചെറിയൊരു മോട്ടർ മേടിച്ച് വെച്ച്, ആദ്യം 1 ഇഞ്ച് പൈപ്പിൻ്റെ ഒരു മോട്ടർ മേടിച്ച് വെച്ച് അതടിച്ച് കഴിഞ്ഞപ്പം കുറേ സമയം വെള്ളം അടിക്കാൻ കിട്ടി. കഴിഞ്ഞ് ഞാനത് 1.5 ഇഞ്ചാക്കി. ആ 1.5 ഇഞ്ചിൽ വെള്ളം നമ്മൾ നിർത്താതെ അടിച്ചു നോക്കി. ഒരു ദിവസം നേരം വെളുക്കുന്നോടം വരെ മോട്ടർ ഓഫാക്കാൻ മറന്നുപോയി. നേരം വെളുക്കുന്നോടം വരെയും മോട്ടർ അടിച്ച് ഇഷ്ടം പോലെ വെള്ളം കിട്ടി. അന്നാണ് എനിക്ക് മനസ്സിലായത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. ദൈവം എനിക്ക് ഈ നഴ്സറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം മുഴുവൻ ഈ ചെറിയൊരു കിണറിലൂടെ, അത് 75 അടി മാത്രം താഴ്ചയുള്ള ഈ കിണറിലൂടെ തന്ന് എന്നെ പരിപാലിച്ചതാണ്. എനിക്ക് തന്നിരിക്കുന്ന നഴ്സറിയെ പരിപാലിച്ചതാണ്. ദൈവത്തിൻ്റെ മഹത്വം അവിടെ മറ്റുള്ളവർക്കും വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചൊരു പ്രവൃത്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. ജോണിൻ്റെയും അദ്ദേഹത്തിൻ്റെ നഴ്സറിയുടെയും മുൻകാല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവപരിപാലനയുടെ അദൃശ്യകരങ്ങളെ നമുക്ക് തിരിച്ചറിയാനാകും. നിരാശയുടെയും തകർച്ചയുടെയും അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് എല്ലാ കർഷകരുടെയും ജീവിതത്തിൽ തങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ ശക്തനായവൻ കൂടെയുണ്ടെന്ന ബോധ്യമാണ് ഈ അനുഭവങ്ങൾ പകർന്നു നൽകുന്നത്. തങ്ങളുടെ വിജയങ്ങൾ തങ്ങളുടെ മാത്രമല്ലെന്നും അത് ദൈവം നൽകുന്ന ദാനമാണെന്നുമുള്ള തിരിച്ചറിവിലേക്ക് വളർന്ന് പൂർണ്ണമായ ദൈവാശ്രയബോധത്തിൽ ജീവിക്കുമ്പോൾ നാം ഓരോരുത്തരുടെയും ജീവിതം പ്രകാശപൂർണമാകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഇത്തരത്തിൽ ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം നുകരുവാൻ സകലർക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.